ഈ സംസ്ഥാനത്ത് കടുത്ത സാമുദായിക ധ്രുവീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പല വിഷയങ്ങളുടെ പേരിൽ. അങ്ങനെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാകുമ്പോൾ അത് തടഞ്ഞു നിർത്തുന്നതിന് പകരം അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന വിധത്തിലാണോ പല ഇടത് നേതാക്കളുടെയും പ്രസ്താവനകൾ? അതൊക്കെ ശുദ്ധ അസംബന്ധം പറയുന്നതാണെന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജാതി ധ്രുവീകരണവും മതധ്രുവീകരണവും സംഘടിതമായിട്ട് ജീർണമായ ഫ്യൂഡൽ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നടന്നുകൊണ്ടിരിക്കുന്നതിന് വെള്ളപൂശാനാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഏതെങ്കിലും വീട് കിട്ടിയ പദം ഉപയോഗിച്ചിട്ട് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷമല്ലാതെ വേറെ ആരാ ഈ മതധ്രുവീകരണത്തിനെതിരായിട്ടും ഈ പറയുന്ന തെറ്റായ നിലപാടുകൾക്കെതിരായിട്ട് പൊരുതാനുള്ളത്? വേറെ ഏത് ശക്തിയാണ് നിങ്ങൾ ഉപയോഗിക്കാൻ? അങ്ങനെയുള്ള പദങ്ങൾ പോലും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, പദങ്ങൾ ഇട്ട് കൊടുക്കണമെന്ന് അതാ ഞാൻ പറഞ്ഞു. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവം വെച്ചുകൊണ്ട് അതാണ് പർവ്വതീകരിച്ച് ഈ പാർട്ടി അങ്ങനെയാണെന്ന് പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പോൾ അസംബന്ധമാണ്. ഞാൻ അതാ പറഞ്ഞത്, അതുപോലെ തെറ്റായ നിലപാടാണ്. ഇപ്പോൾ മാറാട് കലാപം കഴിഞ്ഞിട്ട് 24 വർഷമായി. ഈ തെരഞ്ഞെടുപ്പിൽ മാറാട് കലാപത്തിന് സാധാരണ നിലയിൽ ഒരു പ്രസക്തിയില്ല. പക്ഷേ മാറാട് കലാപം ഉണ്ടാകും UDF വന്നാലെന്ന് പറയാണ്. ആദ്യം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, പിന്നെ AK ബാലൻ പറഞ്ഞു. മാറാട് കലാപം എന്ന് പറയുന്നത് ഓർമ്മിക്കേണ്ട ഒരു പ്രശ്നമാണ്. അത് ഇപ്പൊ ഓർമ്മിപ്പിക്കുന്നതിന്റെ രാഷ്ട്രീയമാണ് ഞാൻ ചോദിക്കുന്നത്. മാറാട് കലാപം എന്ന് പറയുന്ന പ്രശ്നം പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല, ഇപ്പൊ എന്തിനാണ് പറയുന്നത്? അതായത് ഇടതുപക്ഷത്തിന് എന്താ പ്രശ്നം? ഇപ്പോൾ മാറാട് 2001 നടന്നല്ലോ. മാറാട് കലാപം നടത്തുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് ആര് ഭരിക്കുന്നു? UDFന്റേതാണ്. ആ കലാപത്തിന്റെ മുഖ്യ ആസൂത്രകരായിട്ട് നിന്നുകൊണ്ടിരുന്നത് ആരൊക്കെയായിരുന്നു? എല്ലാം വളരെ പകൽ വെളിച്ചം പോലെ വ്യക്തമാണല്ലോ. ഭരണകക്ഷിയായിട്ട് നിൽക്കുന്ന വിഭാഗങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് ആ കലാപം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിശക്തിയായ രീതിയിലുള്ള കലാപമാണ്, വർഗീയ ധ്രുവീകരണമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്പോൾ ഓർമ്മിച്ചു പോയാൽ അതാണ് വലിയ വാതകം എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ആരെയാണ് സംരക്ഷിക്കുന്നത്? അല്ല, കലാപത്തിന് നേതൃത്വം കൊടുത്ത ശക്തികളെയാണ്. മാറാട് കലാപം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 2006, 2010, 2011, അന്നൊന്നും പറയാതെ കുഴപ്പമൊന്നും അന്ന് പറഞ്ഞാലും ഇന്ന് പറഞ്ഞാലും എന്തായാലും കുഴപ്പമില്ലാത്തത്. അതായത് മാറാട് രണ്ടാം മാറാട് കലാപത്തിൽ ഒന്നാം മാറാട് കലാപവും രണ്ടാം മാറാട് കലാപവും രണ്ടും നടത്തിയത് അന്നത്തെ UDF ഗവൺമെന്റിന്റെ കാലത്താണ്. ആ കാലത്തുണ്ടായിട്ടുള്ള ഈ കലാപത്തിൻ്റെ വാസനയെ ഇപ്പോഴേ ഒന്ന് അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു പോയാൽ ഉടനെ കലാപം നടത്തിയവർക്ക് പരിരക്ഷയും കലാപം നടന്നുപോയി എന്ന് പറയുന്നവർക്ക് വമ്പിച്ച രീതിയിലുള്ള കടന്നാക്രമണത്തിന് വിധേയമാവുന്ന അവസ്ഥയും എന്തിനു വേണ്ടി ഉണ്ടാക്കണം? അതെന്തിനാണ്? ഞാനതാ ചോദിക്കുന്നത്. അതൊരു മാറാട് കലാപം എന്തുകൊണ്ടാണ് മുഖ്യ ചർച്ചയാവുന്നത്? പക്ഷെ അതെനിക്ക് മനസ്സിലാവുന്നില്ലേ. ആവട്ടെ, അതും കൂടി ചർച്ച ആയിക്കോട്ടെ. അപ്പോൾ UDF വന്നാൽ മാറാട് കലാപം ഉണ്ടാവും എന്നുള്ളതാണോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം? കലാപം ഓർക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി മാറാട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് അവരുണ്ടാക്കും. UDFന്റെ പണിയല്ലേ അത്? അവരല്ലേ ഉണ്ടാക്കിയത്? ഞങ്ങളുടെ കാലത്ത് ഒരു കലാപം ഉണ്ടായില്ലല്ലോ ഇവിടെ. ഇപ്പൊ 10 കൊല്ലമായല്ലോ, ഒരു കലാപം ഉണ്ടായില്ലല്ലോ ഇവിടെ. അങ്ങനെ അതാ കാര്യം, അതാ ഗ്യാരണ്ടി. LDFന്റെ കാലത്ത് ഇത്തരത്തിലുള്ള കലാപം ഉണ്ടാവില്ല. UDFന്റെ കാലത്ത് ഇമാതിരിയുള്ള കലാപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അല്ല, മാറാട് കലാപം അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ വേജാറാകുന്നതാണ്? മാറാട് കലാപം എന്ന് ചർച്ച ഭയങ്കര ചർച്ചയല്ലേ എല്ലാ ചാനലിലും കയറി ഇരുന്നിട്ട്? അല്ല, ഇതൊരു ഭൂരിപക്ഷം ഭയങ്കര അട്ടഹാസം കൊടുക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട്, അതുപോലെ തന്നെ പാർട്ടിക്കെതിരായിട്ട്, പാർട്ടി നേതാക്കൾക്കെതിരായിട്ട്. കലാപം നടത്തിയവന് സുരക്ഷ, എന്നിട്ട് കലാപം നടത്തിയതിനെ പറ്റി പറഞ്ഞവന് ഭയങ്കര ശിക്ഷ. അല്ല, ഇതിൽ അതാ ചോദിക്കുന്നത്. ന്യായമില്ലെന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭൂരിപക്ഷ വോട്ട് ഏകീകരണത്തിനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ആരോപണം. ഇവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എല്ലാം കണക്കാണ് കേരളത്തിൽ. അല്ല, പറയുന്നത് ഏതാണ്ട് പകുതി ന്യൂനപക്ഷവും പകുതി ഭൂരിപക്ഷവും ഉള്ള. അപ്പൊ ഭൂരിപക്ഷം ഒന്നും ഇല്ല ഇവിടെ. അപ്പൊ പിന്നെ ഭൂരിപക്ഷ ഏകീകരണത്തിന് കാര്യമില്ലല്ലോ. ഭൂരിപക്ഷ ഏകീകരണത്തിന്റെ കാര്യമില്ല, ന്യൂനപക്ഷ ഏകീകരണത്തിന്റെ കാര്യമില്ല. കലാപത്തിനായി